നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ആദ്യമേ അറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കി കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ രംഗത്ത്. അതിന് കാരണം പിണറായി വിജയനാണെന്നും കെ. സുധാകരൻ തുറന്നടിച്ചു. പിണറായി വിജയന്റെ അഴിമതിയുടെ സാമ്രാജ്യം നിലനിർത്തുന്നതുകൊണ്ട് നടക്കുന്നതും ഇ.പി. ജയരാജനാണ്. അതിനാൽ തന്നെ ഇ.പിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ആദ്യമേ അറിയാമായിരുന്നു. ഇ.പിയെ തൊട്ടാൽ ആദ്യം ഞെട്ടാൻ പോകുന്നത് പിണറായി വിജയനാണ്. അതിനാൽ തന്നെ ഇ.പിയെ ആരും തൊടില്ല എന്നും കെ. സുധാകരൻ വ്യക്തമാക്കി. ജയരാജനെ നോവിക്കുന്ന ഒന്നും CPM നേതൃത്വം ചെയ്യില്ല. സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്നത് പോലെയാണ് ഇ.പി സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞു പോയത്. അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന CPM നേതൃത്വം ഇ.പി ജയരാജനോട് പറഞ്ഞത് അങ്ങേയറ്റം അപഹാസ്യമാണെന്നും കെ. സുധാകരൻ തുറന്നടിച്ചു. ജയരാജനോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന പാർട്ടി ഓഫീസിൽ നിന്നുള്ള ഉപദേശം കൊള്ളാം. കൊള്ളയടിച്ചിട്ട് അത് തുറന്ന് പറഞ്ഞവർക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് CPM പറയുന്നതെന്നും കെ. സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. അതേസമയം ദല്ലാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ.പി. ജയരാജൻ. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനും വേണ്ടി ഗൂഢാലോചനയുടെ കള്ള പ്രചരണ വേല നടത്തിയെന്നുമാണ് ആരോപണം. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളുടെ മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് M. രാജഗോപാലൻ നായർ മുഖേന ഇ.പി. നോട്ടീസ് അയച്ചത്. ഇ.പി. ജയരാജൻ BJPയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച് ദല്ലാളിനൊപ്പം തന്നെ വന്നു കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പച്ച നുണയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60% പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇ.പി. ജയരാജൻ. അദ്ദേഹത്തിന്റെ പാർട്ടി കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാനാവാത്തതാണ് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും നിയമ നടപടിക്ക് ഇ.പി. ജയരാജൻ മുതിർന്നത് അദ്ദേഹം സ്വന്തം ശവക്കുഴി തോണ്ടാൻ ആയിപ്പോയോ എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ജയരാജനും കുടുംബത്തിനും ആപത്തൊന്നും വരാതിരിക്കാനാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. കേസ് ഇ.പി. ജയരാജൻ തന്നെ കൊടുത്ത സ്ഥിതിക്ക് ഇനി ശോഭാ സുരേന്ദ്രന് വേറെ വഴിയില്ല. അതിനാൽ തന്നെ ഇനി ഇ.പിക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.